ഹായ്. എന്തുകൊണ്ടാണ് നല്ലൊരു ഇൻകം മന്ത്ലി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്നത്? നമുക്ക് പലരെയും കാണാമല്ലോ. ചിലപ്പോൾ മാസം 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ഇൻകം നേടുന്നവരായിരിക്കാം. പക്ഷേ അവർക്ക് നല്ല ഫിനാൻഷ്യൽ സ്ട്രഗിളുണ്ട്. അവരെപ്പോഴും ആ ഒരു സാലറിയിൽ ബേസ് ചെയ്തുകൊണ്ട് പോകുന്നു. അതുപോലെ എപ്പോഴും മറ്റ് തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കും, എന്തുകൊണ്ട് അവർ ഇത്രയൊക്കെ ഏൺ ചെയ്യുന്ന ആളായിട്ടും എന്താണ് ഇങ്ങനെ? അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ എന്ന്. എന്നാൽ അതുപോലെ തന്നെയാണ് ഒരു ലോട്ടറി അടിച്ച ഒരു വ്യക്തി. നമുക്കറിയാൻ പറ്റും, ചില ആളുകൾക്ക് ലക്ഷങ്ങൾ കോടികളൊക്കെ ലോട്ടറി അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ അയാൾ രക്ഷപ്പെട്ടു ജീവിതത്തിൽ. പക്ഷേ ഒരു 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക്, ആകെ ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട്, ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നത് കാണാം. അതേസമയം ചില ആളുകൾ വലിയ ഒരു ഇൻകം ഒന്നും ഇല്ലെങ്കിൽ ഒരു ആവറേജ് ഇൻകമാണ് മാസം ഉള്ളതെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ വലിയ സ്ട്രഗിൾ ഇല്ലാതെ ജീവിത ലക്ഷ്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതും കാണാം. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇത്രയും വലിയൊരു റിച്ച് ആയിട്ടുള്ള ഒരു ഏണിങ്സ് ഉണ്ടായിട്ടും ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത്ര ഏണിങ്സ് ഇല്ലാഞ്ഞിട്ടും നല്ല രീതിയിൽ ജീവിക്കാനും സാധിക്കുന്നുണ്ട്? അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ, എത്ര ഏണിങ്സ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതിൽ വലിയ കാര്യമില്ല. പക്ഷേ ആ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, അതും അല്ലെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഇപ്പോൾ 1, 2, 3 ലക്ഷമല്ല കോടി കിട്ടിയാലും നമ്മൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. അതേസമയം നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ടാണ് കിട്ടുന്നതെങ്കിൽ പോലും അതിനെ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയും സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും അതുപോലെ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ, ടൂൾസ് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്കതിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ അതിൻ്റെ ഗ്രോത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ നമുക്ക് എത്ര ഇൻകം കിട്ടിയിട്ടും കാര്യമില്ല. അപ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു എന്നല്ല കാര്യം. നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ടിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, എങ്ങനെ അതിനെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകൾക്കും അവർക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ഇൻകം അല്ലെങ്കിൽ ഏണിങ്സ് കുറവാണെങ്കിലും അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് അവർക്ക് വലിയ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഏത് രീതിയിലുള്ള ഫിനാൻഷ്യൽ ഹാബിറ്റ് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും തന്നെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഇല്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കും. കൂടുതൽ ടിപ്സിനും മറ്റ് ഇൻഫർമേഷനും ഞങ്ങളെ ഫോളോ ചെയ്യുക. കൂടുതൽ ഗൈഡൻസിന് ഞങ്ങളെ കൺസൾട്ട് ചെയ്യാവുന്നതുമാണ്. താങ്ക് യു.